ഐ ഡോ നോ, ഞാൻ പറയാറുണ്ട് നിങ്ങളിങ്ങനെ ക്യാരക്ടേഴ്സൊക്കെ എഴുതുമ്പോൾ കുറച്ച് നിങ്ങളെയും കുറിച്ച് ഓർക്കുക. കാരണം നോട്ട് ജസ്റ്റ് അമ്മ ക്യാരക്ടേഴ്സ്, ദർ ആർ സോ മെനി അതർ ക്യാരക്ടേഴ്സ് ഓൾസോ ടു പോർട്രേ. ശക്തമായ സോ ഒത്തിരി സ്ത്രീ. തീർച്ചയായിട്ടും, അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ് സീ. ചേച്ചി അതുപോലെ തന്നെ ഈ ഓരോ ഇടവേളയിൽ വരുമ്പോഴും ഓരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് സിനിമയിൽ. സിനിമകളുടെ സ്ക്രിപ്റ്റ് ആണെങ്കിലും മേക്കിംഗ് ഓരോ രീതി. ന്യൂ ജനറേഷൻ ഫിലിമുകളെ എങ്ങനെയാണ് ചേച്ചി നോക്കിക്കാണുന്നത്? ന്യൂ ജെൻ ഫിലിംസ് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 81 വന്നതാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അന്ന് നമുക്ക് ഇത്രയും ടെക്നോളജി ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ലെജൻഡറി ആയിട്ടുള്ള മറ്റേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരതേട്ടനായാലും പപ്പേട്ടനായാലും ലോയി ചേട്ടനാണെങ്കിലും സിബി ആണെങ്കിലും ഇപ്പോൾ ഇവരൊക്കെ പോലത്തെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ക്രാഫ്റ്റ് കണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. വാട്ട് എവർ വി ഹാവ് ലേൺഡ് ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ. ഇപ്പോൾ ആരും മോസ്റ്റ് ഓഫ് ദം ഇപ്പോൾ ആക്ച്വലി ജീവിച്ചിരിപ്പില്ല, പക്ഷേ അതുപോലത്തെ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതും സോ ഓൾ ദോസ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അവരുടെ ഒരു എന്താ പറയുക ലെസൻസ്, അവരുടെ ആക്ടിങ് ലെസൻസ് ആയാലും ശരി, അവരുടെ വാക്കുകളായാലും അവരുടെ അഡ്വൈസ് ആയാലും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. സോ എന്തായാലും അത് തന്നെ ആയിരിക്കും നമ്മൾ പിന്നീട് അറിയാതെ തന്നെ ചിലപ്പോൾ പല പല ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യുമ്പോഴും അത് വരുന്നത്. അപ്പോൾ നാച്ചുറലി ഗ്രോ ചെയ്തു ഒരുപാട്. ഇപ്പം ഞാനും ഇപ്പോൾ 80s വന്ന ഞാനല്ല 90s വന്നപ്പോൾ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സും എനിക്ക് അഭിനയിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് അഭിനയിച്ച് പല ക്യാരക്ടേഴ്സും. അപ്പോൾ അന്നത്തെ പ്രായവും അങ്ങനെ ഉണ്ട്. അത് 16-17 ഇയേഴ്സിൽ വന്നതാണ്. പക്ഷെ അന്ന് തന്നെ കട്ടിയുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിദ്രയും ഇത് ഞങ്ങളുടെ കഥ, പിന്നെ ചില്ല് പോലത്തെ പടങ്ങളൊക്കെ ഇറ്റ് ഇസ് ലൈക്ക് ഹെവി ക്യാരക്ടേഴ്സാണ്. പക്ഷെ അന്നും എനിക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചിലപ്പോൾ തോന്നുന്നു ഇന്ന് നമ്മൾ ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന ഒരു കഥാപാത്രം ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ പോർട്രേ ചെയ്തിട്ടുണ്ടാവുക എന്ന്. ബട്ട് ഐ എം ലക്കി ദാറ്റ് വേ. നമ്മൾ വീണ്ടും 90s വന്നപ്പോൾ ചകോരം, സവിതം, പിന്നെ സുഹൃതം, ഇങ്ങനത്തെ പല പല നല്ല നല്ല പടങ്ങൾ ഞാൻ ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് ഞണ്ടുകളുടെ നാട്ടിൽ 10-25 വർഷത്തിന് ശേഷം വന്നതാണ്. ഓക്കെ, ഒരു 22 വർഷത്തിന് ശേഷം ഇടവേളയ്ക്ക് ശേഷം തോന്നുന്നു ഞണ്ടുകളുടെ നാട്ടിലേക്ക് ഒരു ഓഫർ കിട്ടുമ്പോൾ ഡിവിൻ പോളിയുടെ അമ്മയായിട്ടാണ് ചേച്ചിനെ വിളിക്കുന്നത്. അപ്പോൾ ചേച്ചി ഡിവിൻ പോളി ആരാണ് എന്നുള്ളത് തെരഞ്ഞു ഗൂഗിളിൽ വരെ സെർച്ച് ചെയ്തു എന്നുള്ളത് ഞാൻ എവിടെയോ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഡിവിൻ പോളി ആയിട്ടുള്ള ഒരു അഭിനയം ഇങ്ങനെ, അതിനുശേഷം ഇപ്പോൾ പരസ്യചിത്രത്തിൽ വരെ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഡിവിൻ പോളിയുടെ അമ്മയായതും ഒപ്പം ചാക്കോച്ചൻ്റെ അമ്മയായിട്ടുള്ളൊക്കെ ഉള്ള ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഓഫ് കോഴ്സ് ഞണ്ടുകളുടെ നാട്ടിൽ പോലത്തെ പടങ്ങൾ കിട്ടുന്നത് തന്നെ വളരെ ഒരു അപൂർവ സംഭവമാണ്. എന്ന് വെച്ചാൽ ഞാൻ എവിടെയോ കിടക്കുന്ന US മറ്റും ഉണ്ടായിരുന്ന സമയത്താണ് ഇവർ തപ്പിപ്പിടിച്ച് എന്നെ ഈ ക്യാരക്ടറിന് വേണ്ടി അന്വേഷിക്കുന്നതും എനിക്ക് അത് കിട്ടുന്നതും. പവർഫുൾ ക്യാരക്ടറായിരുന്നു അത്. പിന്നെ അത് ഒരു തിരിച്ചു വരവിന് പറ്റുന്ന ഒരു ക്യാരക്ടറും കൂടിയായിരുന്നു എനിക്ക്. സോ അതുകൊണ്ടാണ് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയതും. കാരണം അത് ഒരിക്കലും ആരും ആ കഥ കേട്ട് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ വേണ്ട, അയ്യോ ഇല്ല ഞാൻ ചെയ്യുന്നില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ഇൻഫാക്ട് അൽത്താഫൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാമിനെ ആയിരുന്നു മൈൻഡിൽ നിങ്ങൾക്ക്, പക്ഷേ മാം വരുന്നില്ല, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വന്നപ്പോൾ ഞങ്ങൾ വേറെ അന്വേഷിച്ചു. പക്ഷേ വി ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ബ്രിങ്ങിങ് സംവൺ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഭാഗ്യത്തിന് മാം തന്നെ കിട്ടിയിരുന്നു. സോ ഞാൻ പറഞ്ഞു, എഴുതുമ്പോൾ തന്നെ നമ്മുടെ പേരുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ ക്യാരക്ടർ ചെയ്തിരിക്കുമെന്ന് ഉറപ്പാണ്. എനിക്ക് അതിലെപ്പോഴും ഞാൻ വിശ്വസിക്കുന്നതാണ്. സോ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞണ്ടുകളുടെ നാട്ടിൽ വാസ് എ ബിഗ് തിങ് ഫോർ മീ. ഫസ്റ്റ് ഫിലിം ഫെയർ അവാർഡ് എനിക്ക് കിട്ടിയത് ആ പടത്തിനാണ്, ആ ക്യാരക്ടറിനാണ്.